ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ വാട്സപ്പ് ഡെയിലി ഉപയോഗിക്കുന്ന ആളല്ലേ. നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യാനൊക്കെ നമ്മൾ മെസ്സേജുകൾ അയക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വാട്സപ്പ് നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ സെറ്റിംഗ്സിനുള്ളിൽ കയറിയാൽ നമുക്ക് വളരെ ഈസി ആക്കാൻ പറ്റും. പിന്നെ അതുപോലെ പറഞ്ഞിരുന്ന ഒരു വളരെ വളരെ ഉപകാരപ്പെട്ട ഒരു ഓപ്ഷനാണിത്. പലർക്കും അറിയില്ല, അതുകൊണ്ട് പലരും അതുകൊണ്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പൊ എന്താണ് ഓപ്ഷൻ എന്ന് പറയുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു അടിപൊളി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറന്നു പോകരുത്. വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് ചെയ്യുന്നതിന് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഫോണിലുണ്ട്. പക്ഷെ നമുക്ക് പലർക്കും അത് അറിയില്ല. വാട്സപ്പിന്റെ സെറ്റിംഗ്സ് നമുക്ക് അത് ഞാൻ കാണിച്ചു തരാം. അതിനു മുൻപ് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അവിടെ വാട്സപ്പ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ നോക്കുക. അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് കൊടുക്കുക. ഇവിടെ ഓപ്പൺ ആണ് കാണുന്നത്, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഞാൻ ഇവിടെ ലൈവായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു പ്രൊഫൈൽ എടുത്തിട്ട് നമുക്ക് അത് എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഒരു പ്രൊഫൈൽ എടുത്തു, ഒരു പ്രൊഫൈൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം, വലിയവർക്കാണെങ്കിലും ചെറിയവർക്കാണെങ്കിലും ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ അങ്ങനെ ടൈപ്പ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം, ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു ഹായ് നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം വളരെ ചെറിയ ലെറ്റേഴ്സ് ആണ് നമുക്കിവിടെ കീബോർഡ് നമുക്കിവിടെ കാണുന്നത്, കണ്ടില്ലേ? വളരെ ചെറിയ ലെറ്റേഴ്സ് മാത്രമല്ല, ഓരോരോ ലെറ്ററുകളും കഴിഞ്ഞാൽ അടുത്ത ലെറ്ററിലേക്ക് എത്തുന്ന സമയത്ത് തീരെ ഗ്യാപ്പ് കുറവാണ്. അതുപോലെ നമുക്ക് ഫോണ്ടിന്റെ സൈസ് ഒക്കെ വളരെ കുറവാണ് അല്ലെ. അപ്പൊ നമുക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പെല്ലിങ്ങുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റിംഗ്സ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അത് എങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടില്ല, ഇത്രയും സ്പേസ് ഉള്ളൂ. വളരെ കുറഞ്ഞ സ്പേസിൽ നമുക്ക് നമ്മുടെ വിരൽ വെച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ആ ടൈപ്പ് ചെയ്യുന്ന ഓപ്ഷൻ കാണിക്കുന്നില്ല, അതിന് തൊട്ടടുത്തായിട്ട് സ്ക്വയർ കണ്ടില്ലേ, 4 ചെറിയ സ്ക്വയർ കാണിക്കുന്നില്ലേ, ആ സ്ക്വയറിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കണ്ടില്ല, ഇവിടെ താഴെ നമുക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷൻ കണ്ടു, റീസൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കണ്ടില്ലേ. നമുക്കിവിടെ ഒന്ന് റീസൈസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കീബോർഡിന്റെ സൈസ് നമുക്കിവിടെ റീസൈസ് ചെയ്യാൻ പറ്റും. അതായത് ആ സ്ക്വയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അവിടെ റീസൈസ് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് കണ്ടില്ലേ, നമുക്ക് ഏത് ഓപ്ഷനിലേക്കാണ് ഏത് രീതിയിലേക്കാണ് സൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വിരലുകൊണ്ടൊന്നും മേലോട്ടേക്ക് കണ്ടില്ലേ, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നമുക്ക് പൊന്തിക്കാനും താഴ്ത്താനും സാധിക്കുന്നുണ്ട്. ഇതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ലെറ്റേഴ്സ് വലുതാക്കാനും അതുപോലെ തന്നെ ഓരോ ലെറ്റേഴ്സിന് അനുസരിച്ചുള്ള സ്പേസുകൾ കുറയ്ക്കാനും കൂട്ടാനൊക്കെ സാധിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടില്ലേ, നല്ല വലിയ ലെറ്റേഴ്സിലാണ് വേണ്ടതെങ്കിൽ നമുക്ക് മാക്സിമം മേലോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ലെറ്റേഴ്സ്, നല്ല വലുപ്പത്തിൽ ലെറ്റേഴ്സ് നമുക്ക് കിട്ടും. ഇത് നമുക്ക് ജി ബോർഡ് ആണ് നമ്മളിപ്പോ ഇതിൽ ഉപയോഗിക്കുന്നത്. സാറിന് ഡിഫോൾട്ട് ആയിട്ട് ജി ബോർഡ് ആണ് ഉണ്ടാവുക എല്ലാ ഫോണിലും. അപ്പൊ നിങ്ങൾക്ക് ജി ബോർഡ് ഇല്ലാത്തവരാണ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ജി ബോർഡ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇവിടെ കണ്ടില്ലേ, ഏറ്റവും വലുപ്പത്തിലേക്ക് വന്ന സമയത്ത് നമുക്ക് ഫോണിന്റെ സൈസും കൂടുന്നുണ്ട്, അതുപോലെ തന്നെ ലെറ്റേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് നല്ല പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് സ്പീഡിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, ഇപ്പൊ നമുക്ക് ഇനി ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. കണ്ടില്ലേ, നമുക്ക് ചെറിയ സൈസിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. അതിനുശേഷം ആ തൊട്ട ടിക്ക് മാർക്ക് ഉണ്ടല്ലോ, ആ ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി വലിയ സൈസിലേക്ക് ആവുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനും അത് നമുക്ക് പെട്ടെന്ന് ഫ്രണ്ട്സിന് സെൻഡ് ചെയ്യാനും വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ കണ്ണട വെക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിലും കണ്ണിന് വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പൊ നിങ്ങളൊന്ന് നോക്കി നോക്കുക, ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളെ കമന്റ് അറിയിക്കാൻ മറന്നു പോകരുത്.